ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാഹുലിന് ഏതോ ഒരു കാമുകി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് തന്നെ സ്നേഹിക്കാത്തതെന്ന് വിചാരിക്കുന്ന ഹരിത അതാരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് തൻ്റെ CIDകളെ ഏൽപ്പിക്കുന്നു. എന്നാൽ മണ്ടന്മാരായ CIDകൾ കണ്ടുപിടിക്കുന്നത് വർഷയാണ് രാഹുലിൻ്റെ കാമുകി എന്നാണ്. അങ്ങനെ വർഷയോട് ഹരിതയ്ക്ക് വലിയ ശത്രുതയുണ്ടാകുന്നു. പോരാത്തതിന് തൻ്റെ ശത്രുവായ ശിവനന്ദയുടെ കൂട്ടുകാരിയും കൂടിയാണ് വർഷ. എന്നാൽ വിക്രമനാണെങ്കിൽ വർഷയുടെ കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും തൻ്റെ തലയിൽ വന്നിരിക്കുന്ന ലക്ഷ്മി മിസ്സിംഗ് കേസ് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന് മാത്രമാണ് വിക്രമൻ ഇപ്പോൾ ചിന്ത. അതിനു വേണ്ടിയിട്ട് വിക്രമം ഹരിതയോട് പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും പോയി വസുന്ധരയെ അനുനയിച്ച് കൊണ്ടുവരണം. അനുനയിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ തൻ്റെ പേരിലുള്ള ഈ മിസ്സിംഗ് കേസ് മാറുകയുള്ളൂ. അതിനുശേഷം നമുക്ക് വർഷയുടെ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാക്കാമെന്ന് വിക്രമം ഹരിതയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വിക്രമനും ഹരിതയും കൂടി വസുന്ധരയുടെ വീട്ടിലെത്തുന്നുണ്ട്. വസുന്ധരയും വിക്രമനും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പായില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ വഷളാവുകയും ചെയ്തു. വസുന്ധരയ്ക്ക് ഒരുപാട് പദവിയും സ്ഥാനമാനങ്ങളും എല്ലാം ഓഫർ ചെയ്തെങ്കിലും അതിനൊന്നും വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, തൻ്റെ കൂട്ടുകാരിയായ ലക്ഷ്മിയുടെ മിസ്സിങ്ങിനും അതുപോലെ മർഡർ കേസിനും കാരണക്കാരനായ വിക്രമനെ അഴിക്കുള്ളിലാക്കുന്നത് വരെ താൻ പോരാടുമെന്ന് വസുന്ധര വെല്ലുവിളിച്ചപ്പോൾ അത് വിക്രമനും വസുന്ധരയും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതിന് കാരണമായി. അങ്ങനെ വസുന്ധരയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഹരിത വിക്രമനോട് പറയുന്നുണ്ട്, എനിക്ക് വർഷയെ പോയെന്ന് കാണണം, അവളോട് സംസാരിക്കണം. പോയ വഴിക്കും അങ്കിള് സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ കാണാഞ്ഞത്. ഇപ്പോൾ ഞാൻ പോയി കണ്ടേ പറ്റൂ എന്ന് പറയുമ്പം വിക്രമൻ പറയുന്നുണ്ട്, ഞാനും വസുന്ധരയും തമ്മിലുള്ള പ്രശ്നം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാവുമെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് സമ്മതിക്കാതിരുന്നത്. ഇനിയിപ്പം നീ പോയി കണ്ടാലും യാതൊരു കുഴപ്പമില്ലെന്ന് വിക്രമൻ അനുമതി കൊടുക്കുമ്പം ഹരിത പറയുന്നുണ്ട്, ആ ശിവനന്ദയില്ലേ, അവളും അവിടെ കാണും. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കവൾ അടിച്ചു പൊട്ടിച്ചിട്ട് പോയ അവളുടെ കവള് ഞാൻ ഇന്ന് അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് വിക്രമൻ പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ നിന്ന് അടി മേടിക്കാതെ നീ നോക്കിക്കണേന്ന്. എന്നാൽ അവിടെ എത്തിയപ്പം വർഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർഷ എന്ത് വേണം നിനക്കെന്ന് ചോദിക്കുന്ന സമയത്ത് ഹരിത പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ രാഹുലിനെ വേണമെന്ന്. പിന്നീട് അവർ തങ്ങളിലൊരു സംസാരം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അഭിരാമിയും ശിവനന്ദയും കയറി വരുന്നുണ്ട്. ശിവനന്ദ ഇതെല്ലാം കേട്ട സമയത്ത് വർഷയെ അഭിനന്ദിക്കുന്നുണ്ട്. രാഹുലേട്ടൻ്റെ ഭാര്യയാകാൻ പോകുന്നതിന് വർഷയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് ഹരിത പറയുന്നുണ്ട്, രാഹുലിന് വേറെ ആരെങ്കിലും ഭാര്യയായ അവളുടെ മരണം ഉറപ്പായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ശിവനന്ദയ്ക്ക് ദേഷ്യം വന്നിട്ട് വർഷയും വിളിച്ചുകൊണ്ട് വിക്രമൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. ആരെതിർത്താലും വർഷയുടെയും രാഹുലിൻ്റെയും വിവാഹം നടത്തി കൊടുക്കുമെന്ന് ശിവനന്ദ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹളം കേട്ട് താഴേക്കിറങ്ങി വരുന്ന രാജ്കുമാറിനോട് വസുന്ധര പറയുന്നുണ്ട്, എൻ്റെ ശത്രുവായ വിക്രമനെതിരെ പകരം വീട്ടാൻ കിട്ടിയ ഒരവസരമാണിത്. വർഷയുടെയും രാഹുലിൻ്റെയും വിവാഹം ഞാൻ നടത്തി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം മുകളിലിരുന്ന് കേൾക്കുന്ന വിവേക് വളരെ വിഷമത്തോടെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.